നമസ്കാരം. CPI CPM മുൻപില്ലാത്ത വിധം സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങുന്നു. CPMൻ്റെ വല്യേട്ടൻ നയം ഇനി ഒരു കാരണവശാലും CPIയിൽ വിലപ്പോകില്ല എന്ന നിലപാടുകളോടുകൂടി തന്നെയാണ് CPIയിലെ മന്ത്രിമാരെല്ലാവരും ഉറച്ച നിലപാടുകളോടുകൂടി മുന്നോട്ട് പോകുന്നത്. ഇന്നലെ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലും ഈ ഒരു മാറ്റം പ്രകടമായിരുന്നു. പാലക്കാട് ഏലപ്പള്ളിയിൽ CPM തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പുതിയ മദ്യ ഫാക്ടറിക്കെതിരെയും പുതിയ സ്വാശ്രയ കോളേജിനെതിരെയും സ്വകാര്യ സർവകലാശാലയ്ക്കെതിരെയുമെല്ലാം കടുത്ത നിലപാടുകളുമായി തന്നെയാണ് CPI നിലയുറപ്പിച്ചത്. പാലക്കാടിൻ്റെ കുടിവെള്ളത്തെ ഹനിക്കുന്ന രീതിയിൽ, ജനവികാരത്തെ മാനിക്കാത്ത രീതിയിൽ ലാഭം മാത്രം കണ്ണുവെച്ചുകൊണ്ട് ഒരു കാരണവശാലും അവിടെ മദ്യ കമ്പനി അനുവദിക്കില്ല, ബ്രൂവറിയുമായിട്ടുള്ള ഇടപാടുകൾ ഒരു കാരണവശാലും CPI അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വവും CPIയുടെ മന്ത്രിമാരായ കെ രാജനും അനിലും പ്രസാദുമെല്ലാം ഒരേ തീരുമാനത്തിൽ തന്നെയാണ്. ഈ തീരുമാനത്തിൽ ഇവർ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് CPMന് മുൻപില്ലാത്ത വിധത്തിലുള്ള ഒരു ഉൾക്കിടലം ഉണ്ടാകുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയനും LDF കൺവീനർ TP രാമകൃഷ്ണനും അടക്കമുള്ള ആളുകൾ CPI ആസ്ഥാനത്തേക്ക് MN മന്ദിരത്തിലേക്ക് ചെല്ലുന്നതുമെല്ലാം നടാട തന്നെയാണ്. LDF യോഗത്തിൽ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് CPMനെ കുറിച്ച് CPI ഇന്നലെ ഉതിർത്തത്. രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ പിണറായി വിജയനെ നേരിട്ടെതിർക്കുന്ന, അല്ല എന്നുണ്ടെങ്കിൽ CPIയുടെ തലതൊട്ടപ്പന്മാരെ ആരെയും മന്ത്രിമാരാക്കുവാൻ പിണറായി വിജയൻ താല്പര്യം കാണിച്ചിരുന്നില്ല. എന്നാൽ ഇളമുറക്കാർ എന്ന് വിശേഷിപ്പിക്കുന്ന KR രാജനെയും പ്രസാദിനെയും അനിലിനെയുമെല്ലാം മന്ത്രിസഭയിലെടുക്കുമ്പോൾ അവർ അതിനിശിതമായ രൂക്ഷമായ നിലപാടുകൾ CPMനെതിരെ, പിണറായിക്കെതിരെ കൈക്കൊള്ളും എന്ന് പിണറായിയും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫലത്തിൽ CPI പോര് ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു, പ്രകടമായി തന്നെ വ്യക്തമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. CPI കോൺഗ്രസിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. കോൺഗ്രസിലുള്ള ചായ്വ് കൊണ്ട് തന്നെയാണ് CPMനെ ഇതുപോലെ നേരിട്ട് എതിർക്കുന്നത് എന്നാണ് LDFനകത്ത് നിന്നുള്ള പ്രബലരായ മറ്റു പലരും സംസാരിക്കുന്നത്. എന്നാൽ വസ്തുതാപരമായ കാര്യങ്ങളാണ് തങ്ങൾ സംസാരിക്കുന്നതെന്നും പാലക്കാടിൻ്റെ കുടിവെള്ളത്തെ ഹനിക്കുന്ന രീതിയിൽ ഇപ്പോൾ തന്നെ പാലക്കാടിന് കുടിവെള്ളമില്ലാത്ത അവസ്ഥയായിരിക്കുന്നു, പാലക്കാടിന് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വെള്ളത്തിൻ്റെ ക്ഷാമമുണ്ടായിരിക്കുന്നു. ഈ സമയത്താണ് പാലക്കാടിൻ്റെ ജലസമ്പത്ത് മുഴുവൻ ഊറ്റിയെടുത്തുകൊണ്ട് ബ്രൂവറിക്ക് ഏലപ്പള്ളിയിൽ മദ്യശാല തുടങ്ങാനുള്ള 5 ഏക്കർ ഭൂമി അനുവദിച്ചത് എന്ന് പറയുമ്പോൾ അത് പാലക്കാടിൻ്റെ കൃഷി ഇടങ്ങളെയും ബാധിക്കും എന്ന് തന്നെയാണ് CPI ഉറച്ച നിലപാടെടുത്തിരിക്കുന്നത്. CPM ഈ വിഷയത്തിൽ ജനകീയമായ പിന്തുണ തേടാതെ, ജനങ്ങളുടെ വികാരത്തെ മാനിക്കാതെ ഏതെങ്കിലും തരത്തിൽ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ CPI ഒരു കാരണവശാലും അതിന് കൂട്ടുനിൽക്കില്ല എന്ന് വളരെ കൃത്യമായി തന്നെ പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി, LDF കൺവീനർ TP രാമകൃഷ്ണൻ്റെ മുഖത്ത് നോക്കി അവർ കൃത്യമായി തന്നെ മറുപടി പറഞ്ഞിരിക്കുന്നു. ഇതാണ് പിണറായി വിജയനെ ചൊടിപ്പിച്ചതും ഇന്നലെ പിണറായി വിജയൻ MN സ്മാരക മന്ദിരത്തിലേക്ക് CPI ആസ്ഥാനത്തേക്ക് എത്തിയതും. എന്നാൽ പിണറായി വിജയൻ്റെ സന്ദർശനം കൊണ്ടോ അനുരഞ്ജനം കൊണ്ടോ തങ്ങൾ ഒട്ടും മാറിയിട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് CPI നിലകൊണ്ടതും. സ്വകാര്യ സർവകലാശാല ബില്ല് പാസ്സാക്കണം എന്നുണ്ടെങ്കിൽ നിയമസഭയുടെ തന്നെ സെലക്ട് കമ്മിറ്റിക്ക് വിടണം, വിദ്യാർത്ഥി യൂണിയനുകളുമായി സംസാരിക്കേണ്ടതുണ്ട്. അല്ലാതെ സർക്കാരിന് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല. മാത്രമല്ല LDFലെ മറ്റ് ഘടക കക്ഷികളോടുകൂടി ഇത്തരം കാര്യങ്ങൾ ആലോചിക്കണം. അത് ഏലപ്പള്ളിയിലെ ബ്രൂവറി ഇടപാടായാലും സ്വകാര്യ സർവകലാശാലയായാലും എല്ലാം LDFലെ മറ്റ് ചെറിയ ഘടക കക്ഷികളോടുകൂടി ആലോചിക്കണം എന്ന് CPI നിലപാടെടുത്തതോടുകൂടി പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാവുകയായിരുന്നു. ഇനി ഒരു കാരണവശാലും പിണറായി വിജയൻ്റെ വലിയേട്ട മനോഭാവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നടക്കില്ല. പിണറായി വിജയൻ അങ്ങനെ ഒരു മോഹമുണ്ടെങ്കിൽ അത് 4 ആക്കി മടക്കി പോക്കറ്റിൽ ഇട്ടോളൂ എന്ന് തന്നെയാണ് CPIയുടെ മന്ത്രിമാരായ അനിലും പ്രസാദും KR രാജനുമെല്ലാം അറിയിച്ചത്. LDFന്റെ മദ്യനയത്തെക്കുറിച്ചും കൃത്യമായി തന്നെ വിമർശനങ്ങളാണ് CPI ഉയർത്തിയത്. LDF പുതിയ മദ്യനയം രൂപീകരിക്കുന്നതിൽ കൃത്യമായി തന്നെ ചർച്ചകൾ ആവശ്യമാണെന്നും ഇപ്പോൾ നിലവിലുള്ള ഡ്രൈ ഡേ പരിഷ്കരണം ആലോചിക്കേണ്ടതാണെന്നും എന്നുകൂടി തന്നെ CPI എടുത്തു പറഞ്ഞു. വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ടൂറിസം ആവശ്യങ്ങൾക്ക് വേണ്ടിയും നിലവിലെ ഡ്രൈ ഡേ പരിഷ്കരിച്ചു കൊടുക്കാവുന്നതാണ് എന്നുള്ള CPMന്റെ നിലപാടിനോട് CPI ഒരു കാരണവശാലും അനുഭാവപൂർവമായ ഒരു മറുപടി കൊടുത്തിട്ടില്ല. എക്സൈസ് വകുപ്പ് മന്ത്രി സ്ഥലത്തില്ലാതിരുന്നതിനാൽ ഓൺലൈനായി തന്നെയാണ് അദ്ദേഹം ഇത്തരം ചർച്ചകളിൽ പങ്കെടുത്തത്. എന്നാൽ CPI ഒരു കാരണവശാലും കരയ്ക്കും വഞ്ചിക്കും അടുക്കാത്ത രീതിയിൽ നിന്നതിനാൽ മദ്യനയത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ് എന്ന ധാരണയിൽ തന്നെയാണ് യോഗം പിരിഞ്ഞത്. സാധാരണഗതിയിൽ 1.5 മണിക്കൂറിലധികം നീണ്ടുപോകാത്ത യോഗം ഇന്നലെ 3 മണിക്കൂർ എടുത്താണ്
പിരിഞ്ഞത് എന്ന് പറയുമ്പോൾ CPI തൻ്റെ കൃത്യമായ നിലപാടുകൾ യോഗത്തിൽ വിസ്തരിച്ചിരിക്കുന്നു. CPM-മായി ഇനി ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അഥവാ പിണറായി വിജയൻ എന്ന ധാർഷ്ട്യക്കാരനായ CPM-ന്റെ വലിയേട്ട മനോഭാവം സഹിച്ചുകൊണ്ട് ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അടിമത്ത മനോഭാവത്തോടുകൂടി കഴിയേണ്ടതില്ല എന്ന് തന്നെയാണ് CPI-യുടെ എല്ലാ അണികളും പ്രവർത്തകരും ഒരുപോലെ തന്നെ വിശേഷിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ ഞെട്ടിവിറയ്ക്കുക തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ CPI-യുടെ ആസ്ഥാന മന്ദിരമായ MN സ്മാരക മന്ദിരത്തിലെത്തി CPI-കാരെ അനുനയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഇതിനിടെ കിഫ്ബി റോഡുകളിൽ ടോൾ പിരിക്കുന്നതിനുള്ള സർക്കാരിന്റെ നടപടികളോടും CPI കൃത്യമായി തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തി. ഇതിൽ കൃത്യമായ പഠനങ്ങൾ ആവശ്യമാണ്. പൊതുജനത്തെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഏത് പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് മുമ്പായി കൃത്യമായ പഠനങ്ങൾ നടത്തിയിരിക്കണം. കിഫ്ബിക്ക് ഫണ്ട് ഉണ്ടാക്കുവാൻ വേണ്ടി കിഫ്ബി നിർമ്മിത റോഡുകളിൽ അനധികൃത ടോൾ പിരിവുകൾ ഒരു കാരണവശാലും അനുവദിക്കാവുന്നതല്ല. കേന്ദ്ര സഹായം ലഭ്യമാകുന്നില്ല എന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൻ്റെ സഹായം ലഭ്യമാകുന്നില്ല എന്ന രീതിയിലുള്ള പ്രചരണ പരിപാടികളാണ് ആദ്യം തുടങ്ങേണ്ടത്. ഇത് ജനങ്ങളിലേക്ക് ഇങ്ങനെ എത്തിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള പണ സമ്പാദനത്തിന് വേണ്ടി, അതായത് ടോൾ പിരിവിന് വേണ്ടി CPM അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ എന്നുകൂടി പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ മുഖമടച്ചു കിട്ടിയ അടി തന്നെയായിരുന്നു CPI-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും CPI പടിയിറങ്ങുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പാർട്ടിയുടെ ഈ ഭിന്നിപ്പ് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPI CPM ഇതുപോലെ വിഘടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു സീറ്റ് പോലും നേടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുമെന്നും അഥവാ പാർട്ടി പൊട്ടിത്തകരുമെന്നും എന്നുമുള്ള ഒരു തിരിച്ചറിവിൽ തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ CPI ആസ്ഥാനത്തെത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും CPI തങ്ങളുടെ നയത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് പറയുമ്പോൾ കൃത്യമായി തന്നെ CPI ഒരു അജണ്ട രൂപവൽക്കരിച്ചിരിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ഒരു സഖ്യമുണ്ടാക്കി മത്സരിക്കാൻ തന്നെയാണ് CPI-യുടെ തീരുമാനം എന്നറിയുമ്പോൾ ഇടതുപക്ഷം തീർത്തും ദുർബലമാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും വരുന്ന തെരഞ്ഞെടുപ്പിൽ CPM ഉപേക്ഷിച്ച്, അതായത് ഇടതുപക്ഷത്തെ ഉപേക്ഷിച്ചുകൊണ്ട് UDF-ൽ ചേക്കേറും എന്നുള്ള രീതിയിൽ വന്നതോടുകൂടി ഇപ്പോൾ CPM അക്ഷരാർത്ഥത്തിൽ തന്നെ പെട്ടിരിക്കുന്നു. എന്തായാലും വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും CPM ഏറെ വീർക്കും എന്നുള്ളത് ഉറപ്പാണ്. CPI ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും പടിയിറങ്ങാൻ കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ അവസാന മരണമണിക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്നു പടിയിറങ്ങുവാൻ വേണ്ടി എന്നുള്ള വർത്തമാനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിക്കാൻ CPI തയ്യാറായിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ്.